ബ്രിഡ്ജിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ബ്രിഡ്ജിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെയായിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയത്. ഇനി നമുക്ക് നോക്കാനുള്ള ഫൗണ്ടേഷനെ പറ്റിയാണ്. ബ്രിഡ്ജിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ 3 ടൈപ്പിലുള്ള ഫൗണ്ടേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സ്പ്രെഡ് ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷൻ ആൻഡ് കീസൺ ഫൗണ്ടേഷൻ. അപ്പോൾ സ്പ്രെഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് അറിഞ്ഞിരിക്കുക, ഇറ്റ് ഈസ് ഓപ്പൺ ഫൗണ്ടേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് അഡോപ്റ്റഡ് വെയർ ഡെപ്ത് ഓഫ് വാട്ടർ ഈസ് നോട്ട് മോർ ആൻഡ് ഗുഡ് സോയിൽ ഈസ് അവൈലബിൾ അറ്റ് ഷാലോ ഡെപ്ത്. നമുക്കറിയാം സ്പ്രെഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഷാലോ ഫൗണ്ടേഷൻ എക്സാമ്പിൾ ആണ് അല്ലേ. സോ ഷാലോ ഡെപ്തിൽ തന്നെ നമുക്ക് എന്തുണ്ട്, നല്ലൊരു ഗുഡ് സോയിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പ്രെഡ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത് വരുന്നതാണ് പൈൽ ഫൗണ്ടേഷൻ. പൈൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഡെപ്തിലാണ് ലൂസ് സോയിൽ അതായത് ലൂസ് സോയിൽ എക്സ്റ്റെൻഡ് അപ് ടു ഗ്രേറ്റ് ഡെപ്ത്, അങ്ങനെയാണ് നമ്മൾ എന്ത് കൊടുക്കണം, പൈൽ ഫൗണ്ടേഷൻ കൊടുക്കണം. ഇനി കേസൺ അല്ലെങ്കിൽ വെൽ ഫൗണ്ടേഷൻ ഉണ്ട്. അതായത് ബ്രിഡ്ജസ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഏതാണ്, ഈ കേസൺ അല്ലെങ്കിൽ വെൽ ഫൗണ്ടേഷനാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതായത് ഫോർ ഹെവി ഫൗണ്ടേഷൻ വർക്ക്സ് വിച്ച് ആർ ടു ബി പ്രൊവൈഡഡ് അറ്റ് എ ഡെപ്ത് ഓഫ് എബൌട്ട് 12 മീറ്റർ ടു 15 മീറ്റർ ബിലോ ദ ലെവൽ ഓഫ് സ്റ്റാൻഡിംഗ് വാട്ടർ സർഫസ്. ഓക്കെ, അതായത് ഹെവി ഫൗണ്ടേഷൻ വർക്കിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കേസൺ അല്ലെങ്കിൽ വെൽ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 12 മീറ്റർ ടു 15 മീറ്റർ ബിലോ ദ സ്റ്റാൻഡിംഗ് വാട്ടർ സർഫസ് ആണെങ്കിൽ നമുക്ക് എന്തിലോട്ട് പോവാം, കേസൺ അല്ലെങ്കിൽ വെൽ ഫൗണ്ടേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് വീണ്ടും 3 ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബോക്സ് ഫൗണ്ടേഷൻ. അതായത് ബോക്സ് ഫൗണ്ടേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ക്ലോസ്ഡ് അറ്റ് ബോട്ടം ക്ലോസ്ഡും ടോപ്പ് ഓപ്പൺ ആയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് നമ്മുടെ ബോക്സ് ഫൗണ്ടേഷൻ. ഇനി ന്യൂമാറ്റിക് ഫൗണ്ടേഷൻ ഉണ്ട്. അതായത് അതിൻ്റെ ക്ലോസ്ഡ് അറ്റ് ടോപ്പ് ആൻഡ് ഓപ്പൺ അറ്റ് ബോട്ടം, അതാണ് എന്ന് പറയുന്നത് ന്യൂമാറ്റിക് ഫൗണ്ടേഷൻ. ഇനി വെൽ ഫൗണ്ടേഷൻ ഉണ്ട്, അത് ഓപ്പൺ ആയിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെൽ ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ന്യൂമാറ്റിക് ഫൗണ്ടേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ യൂസ്ഡ് ടു ഗോ ടു ഗ്രേറ്റർ ഡെപ്ത് ഫോർ വാണ്ട് ഓഫ് സ്യൂട്ടബിൾ ഹാർഡ് സ്ട്രാറ്റ. ഓക്കെ, അപ്പോൾ സ്യൂട്ടബിൾ ഹാർഡ് സ്ട്രാറ്റ കിട്ടാൻ വേണ്ടി നമുക്ക് ഗ്രേറ്റ് ഡെപ്തിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം, ന്യൂമാറ്റിക് ഫൗണ്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ വെൽ ഫൗണ്ടേഷനാണ് നമ്മൾ ഈ ബ്രിഡ്ജസിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഓൺലി വെൽ ഫൗണ്ടേഷനാണ്. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് അബഡ്മെൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അബഡ്മെൻറ്റ് വിത്ത് സ്ട്രെയിറ്റ് വിങ് വാൾ ഒന്നാമത്. അതായത് ഇതാണ് എൻ്റെ അബഡ്മെൻറ്റ്, അതായത് ഒരു സപ്പോർട്ടാണെന്ന് വയ്ക്കുക. അബഡ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ സപ്പോർട്ടാണല്ലോ, ഇത് രണ്ടും എൻ്റെ സപ്പോർട്ടാണ്. അതിൻ്റെ 2 സൈഡിലും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, വിങ് വാൾസ് കൊടുക്കുന്നു. ഇതെന്താണ്, എൻ്റെ വിങ് വാളാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അബഡ്മെൻറ്റ് വിത്ത് സ്ട്രെയിറ്റ് വിങ് വാൾ എന്ന് പറയും. അതായത് വിങ് വാൾ എന്ന് പറയുന്നത് എന്താണ്, അബഡ്മെൻറ്റുമായിട്ട് ഇൻലൈനാണ്. അതായത് ഇതാണ് വിങ് വാളെങ്കിൽ അതിൻ്റെ ഇവിടെ ആയിട്ട് തന്നെ എന്തുണ്ട്, അബഡ്മെൻ്റ് ഉണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, അബഡ്മെൻറ്റ് വിത്ത് സ്ട്രെയിറ്റ് വിങ് വാൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക, റെയിൽവേ ക്രോസിങ്, ഫുഡ് ബ്രിഡ്ജ്, അതായത് സ്ട്രീറ്റ് ക്രോസിംഗ് ഒക്കെ എന്താണ് ഇതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ബട്ട് ഇതെന്ന് പറയുന്നത് വാട്ടർവേ ബ്രിഡ്ജസിനൊന്നും ഇതെന്ത് സ്യൂട്ടബിൾ ആണോ, അല്ല. ഇനി അബഡ്മെൻറ്റ് വിത്ത് സ്പ്ലെയ്ഡ് വിങ് വാൾ. സ്പ്ലെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിങ് വാൾ എന്ന് പറയുന്നത് ഒരു ഇൻക്ലിനേഷനിലാണ്, അബഡ്മെൻറ്റുമായിട്ട് ഒരു ഇൻക്ലിനേഷനിലാണ് കൊടുത്തേക്കുന്നത് അല്ലേ. എത്രയാണ് ഇൻക്ലിനേഷൻ, 45 ഡിഗ്രി വിത്ത് ദ സെൻട്രൽ ലൈൻ ഓഫ് അബഡ്മെൻറ്റ്. ഇതാണ് അബഡ്മെൻറ്റിൻ്റെ സെൻട്രൽ ലൈൻ. ഈ സെൻട്രൽ ലൈനിൽ നിന്നും 45 ഡിഗ്രി മാറിയാണ് എന്ത് ചെയ്യുന്നത്, സ്പ്ലേ ചെയ്ത് കൊടുത്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് സ്പ്ലേ എത്രയെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 45 ഡിഗ്രി. ഇതാണ് വാട്ടർവേ ബ്രിഡ്ജസിനൊക്കെ സ്യൂട്ടബിൾ. അപ്പോൾ അബഡ്മെൻറ്റ് വിത്ത് സ്ട്രെയിറ്റ് വിങ് വാൾ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ വാട്ടർവേ ബ്രിഡ്ജസ്, ബട്ട് അബഡ്മെൻറ്റ് വിത്ത് സ്പ്ലെയ്ഡ് വിങ് വാൾ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ വാട്ടർവേ ബ്രിഡ്ജസ്. ഇനി അബഡ്മെൻറ്റ് വിത്ത് റിട്ടേൺ വിങ് വാൾ ഉണ്ട്. റിട്ടേൺ വിങ് വാൾ എന്ന് പറഞ്ഞാൽ അതായത് ഇതാണ് എൻ്റെ അബഡ്മെൻ്റ് എങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ, അതായത് ആംഗിൾ ഓഫ് സ്പ്ലേ എന്ന് പറയുന്നത് എത്രയാണ്, 90 ഡിഗ്രി. അതായത് ഇവിടെ നിന്ന് കറക്റ്റ് ഇങ്ങനെ വരും. ഓക്കെ, ഇതാണെന്തെന്ന് പറയുന്നത്, അതായത് ഇങ്ങനെയാണ് എൻ്റെ ഒരു അബഡ്മെൻ്റ് എങ്കിൽ, ഓക്കെ, ഇതിപ്പോൾ 45 ഡിഗ്രി അല്ലേ, ഇവിടെ നിന്ന് 90 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നതാണ് അബഡ്മെൻറ്റ് വിത്ത് റിട്ടേൺ വിങ് വാൾ. ഓക്കെ, വിങ് വാൾ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 90 ഡിഗ്രി വിത്ത് ദ സെൻട്രൽ ലൈൻ ഓഫ് അബഡ്മെൻറ്റ്. ഇത് സ്യൂട്ടബിൾ ഫോർ റിവേഴ്സ് വിത്ത് സ്റ്റീപ്പ് ആൻഡ് റോക്കി ബാങ്ക്സ്. സ്റ്റീപ്പും റോക്കി ബാങ്ക്സും ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് വളരെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് വരുന്ന ബ്രിഡ്ജ് പിയേഴ്സ്. ഓക്കെ, ബ്രിഡ്ജ് പിയേഴ്സിന് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കോളം ബെൻസ്. അതായത് അഡോപ്റ്റഡ് ഇഫ് ദ ലോഞ്ചിറ്റ്യൂഡൽ ബീംസ് ഓർ ഗിർഡേഴ്സ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജ് ആർ ക്ലോസ്ലി സ്പേസ്ഡ്. ഓക്കെ, അതായത് ലോഞ്ചിറ്റ്യൂഡൽ ബീംസും ഗിർഡേഴ്സും എന്തിനാണ്, ബ്രിഡ്ജിൻ്റെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ ലോഞ്ചിറ്റ്യൂഡൽ ബീംസ് ഒക്കെ ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, കോളം ബെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ഇത് മാത്രമാണ് ചോദിക്കുന്നത്. ഓക്കെ, എവിടെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് സൂപ്പർ സ്ട്രക്ചറിലെ ബീംസും ഗിർഡേഴ്സും
ക്ലോസ്ലി സ്പേസ്ഡ് ആണ് കോളം ബെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സിലിണ്ടർ പിയേഴ്സ് ഉണ്ട്. സിലിണ്ടർ പിയേഴ്സ് എന്ന് പറഞ്ഞാൽ മൈൽഡ് സ്റ്റീൽ സിലിണ്ടേഴ്സ് നമ്മൾ അതിനെ എന്ത് ചെയ്യും, കണക്റ്റഡ് ബൈ ഹൊറിസോണ്ടൽ ആൻഡ് ഡയഗണൽ ബ്രേസിങ്സ്. ഹൊറിസോണ്ടലും ഡയഗണൽ ബ്രേസിങ്സും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, മൈൽഡ് സ്റ്റീൽ സിലിണ്ടേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സിലിണ്ടർ പിയേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ സ്റ്റീൽ സിലിണ്ടേഴ്സ് കേസൺ ടൈപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിലിണ്ടർ പിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത് വരുന്നത് ഡംബൽ പിയേഴ്സ് ആണ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഡംബൽ പിയേഴ്സ്. ഡംബൽ പിയേഴ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ട്വിൻ ഗിർഡേഴ്സിലാണ് സപ്പോർട്ട് ചെയ്തേക്കുന്നതെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡംബൽ പിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്തൊരു തിൻ ഡയഫ്രം വോളൊക്കെ ഉണ്ട്. ഓക്കെ, ദെൻ പൈൽ ബെൻസ്. പൈൽ ബെൻസ് എന്ന് പറഞ്ഞാൽ RCC അല്ലെങ്കിൽ സ്റ്റീൽ പൈലിലാണ് നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജ് സപ്പോർട്ട് ചെയ്തേക്കുന്നത്, ഗിർഡേഴ്സ് സപ്പോർട്ട് ചെയ്തേക്കുന്നതെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പൈൽ ബെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എ പൈൽ ക്യാപ്പ് ഈസ് പ്രൊവൈഡഡ് ടു കണക്ട് piles at the top and they are suitably braced along their height. അപ്പോൾ പൈൽ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്, പ്രൊവൈഡഡ് ടു കണക്ട് പൈൽസ്. പൈൽസിനെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കും, ഒരു പൈൽ ക്യാപ്പ് കൊടുക്കും. എവിടെയാണ് കണക്ട് ചെയ്യുന്നത്, അറ്റ് ടോപ്പ്. ആൻഡ് ദേ ആർ സ്യൂട്ടബ്ലി ബ്രേസ്ഡ്, അതിന് നമ്മൾ എന്തെങ്കിലും സ്യൂട്ടബിൾ ആയിട്ട് ബ്രേസ് ചെയ്യും അലോങ് ദെയർ ഹൈറ്റ്. അപ്പം ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ ലോ പിയേഴ്സ് ഓവർ അൺസ്റ്റേബിൾ അല്ലെങ്കിൽ മഡി ഗ്രൗണ്ട്. അൺസ്റ്റേബിൾ അല്ലെങ്കിൽ മഡി ഗ്രൗണ്ട്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈൽ ബെൻസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ബ്രേസസ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത് വരുന്നത് എന്താണ്, സോളിഡ് പിയേഴ്സ് ആണ്. സോളിഡ് പിയേഴ്സ് എന്ന് പറഞ്ഞാൽ ദ പിയേഴ്സ് കൺസിസ്റ്റ് ഓഫ് മേസൺട്രി ഓഫ് സിമെന്റ് കോൺക്രീറ്റ് ഓഫ് സോളിഡ് സെക്ഷൻ ത്രൂ ഔട്ട് ദ സെന്റർ എൻറ്റയർ ലെങ്ത് ഓഫ് പിയർ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോളിഡ് പിയേഴ്സ് എന്ന് വിളിക്കുന്നത്. സോളിഡ് പിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മേസൺട്രി അല്ലെങ്കിൽ സിമെന്റ് കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു സോളിഡ് സെക്ഷനാണ്. അതിൻ്റെ എൻറ്റയർ ലെങ്ത് ഓഫ് പിയറിലും അതുണ്ടായിരിക്കും. സച്ച് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് പിയേഴ്സ് ഈസ് വെരി പോപ്പുലർ ഇൻ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ. ബ്രിഡ്ജ് കൺസ്ട്രക്ഷനിൽ ഏറ്റവും പോപ്പുലർ ഏതാണ്, സോളിഡ് പിയേഴ്സ് ആണ്. അടുത്ത് വരുന്നത് കട്ട് വാട്ടർ എന്താണ്, ഈസ് വാട്ടർ എന്താണ്. ഇതാണ് മെയിനായിട്ട് എപ്പോഴും ചോദിക്കുന്ന സാധനം. ഓക്കെ, അതായത് എൻഡ് ഓഫ് പിയേഴ്സ് ഓൺ അപ്സ്ട്രീം സൈഡ്. എൻഡ് ഓഫ് പിയേഴ്സ് ഓൺ അപ്സ്ട്രീം സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും, കട്ട് വാട്ടർ എന്ന് വിളിക്കും. അതായത് ട്രയാങ്കിൾ ഷേപ്പ്, ഇതാണ് നമ്മുടെ പിയർ. ഓക്കെ, അതിൻ്റെ പിയറിൻ്റെ അപ്സ്ട്രീം സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. അവിടെ എന്തുണ്ട്, ട്രയാങ്കുലർ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കട്ട് വാട്ടർ. ഇനി ഈസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻഡ് ഓഫ് പിയർ ഓൺ ഡൗൺ സ്ട്രീം സൈഡ്. ഇതാണ് ഡൗൺ സ്ട്രീം സൈഡ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, സെമി സർക്കുലർ ഷേപ്പിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഈസ്റ്റ് വാട്ടർ. ഇനി രണ്ടും എന്താണ്, ബോത്ത് മിനിമൈസ് എഡിങ് എഫക്റ്റ് ഓഫ് വാട്ടർ കറണ്ട് ആൻഡ് റെഡ്യൂസസ് ഹൊറിസോണ്ടൽ പ്രഷർ. എഡിങ് കറണ്ട് എന്ത് ചെയ്യും, കുറയ്ക്കും. അതുപോലെ ഹൊറിസോണ്ടൽ പ്രഷറും കുറയ്ക്കും. ഇനി അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ട്രെസിൽ ബെൻസ്. അപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തുവാണ്, നമ്മുടെ ബ്രിഡ്ജ് പിയേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ട്രെസിൽ ബെൻസ് ആണ്. ഇറ്റ് ഈസ് എ ഫ്രെയിംഡ് പിയർ ആൻഡ് കൺസിസ്റ്റ് ഓഫ് വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് ഡയഗണൽ മെമ്പേഴ്സ്. ഒരു ഫ്രെയിംഡ് പിയർ ആണ്. ഓക്കെ, ഫ്രെയിംഡ് പിയർ ആണ്. അതിൽ വെർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്, ഡയഗണൽ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. സ്റ്റീൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ട്രക്ചർ ആണ്. യൂസ്ഫുൾ ഫോർ കൺസ്ട്രക്ടിങ് പിയേഴ്സ് ഫോർ എ ബ്രിഡ്ജ് അലോങ് എ വയാഡക്ട്. ഒരു വയാഡക്റ്റിന് അലോങ് ആയിട്ടാണ് നമ്മൾ ഒരു പിയർ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻക്രീസ് ഓഫ് ഫ്ലൈ ഓവേഴ്സ് ആൻഡ് എലിവേറ്റഡ് റോഡ്സ്. ഓക്കെ, ഇവിടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെസിൽ ബെൻസ് യൂസ് ചെയ്യുന്നത്.